Hello guys, I'm not consistent in my main profile, but here words work for me. എല്ലാവരും കരുതുന്നത് എനിക്ക് ഫോളോവർ കയറുന്നത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ടും ഒന്നോ രണ്ടോ വൈറൽ റീല് കൊണ്ടുമാണെന്നാണ്. എന്നാൽ വൈറൽ റീല് കൊണ്ട് നമുക്ക് ഫോളോവർ ഗെയിൻ ചെയ്യാം. പക്ഷെ അതിപ്പോൾ 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ആ വ്യൂസിൽ തന്നെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഇപ്പം 1000 ഫോളോവറെങ്കിൽ 2000 കയറുമായിരിക്കാം. ബട്ട് അവിടെ സ്റ്റക്കാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് ഇട്ടാലേ അത് കയറത്തുള്ളൂ. അഥവാ ആ വൈറൽ റീല് വീണ്ടും വ്യൂസ് കയറി 10 മില്യൺ ഒക്കെ പോവുകയാണെങ്കിൽ ആ 10 മില്യൺ വ്യൂസ് കയറുന്ന അത്രയും ടൈം പീരീഡ് ഫോളോവർ ഗെയിൻ ആയിക്കൊണ്ടേയിരിക്കും. എനിക്ക് 2-3 വീഡിയോസിൽ നിന്ന് അങ്ങനെ ഫോളോവേഴ്സ് ഗെയിൻ ആയിട്ടുണ്ട്. 1000 നിന്ന് 2000 ആയിട്ടുണ്ട്. അങ്ങനെയെല്ലാം എനിക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ ദാറ്റ്സ് നോട്ട് ഫുള്ളി ട്രൂത്ത്. ഈ 2000 കഴിഞ്ഞ് ഞാനിപ്പോൾ 5000 നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത് ട്രയൽ റീൽസ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ ട്രയൽ റീൽസ് എന്നുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻ അക്കൗണ്ട് ഇട്ടില്ലേ കൂടെയും ഞാൻ ട്രയൽ റീൽസിനകത്ത് കൺസിസ്റ്റൻ്റ് ആവാൻ തുടങ്ങി. കാരണം അതിൽ നോൺ ഫോളോവേഴ്സാണ് ഇത് വാച്ച് ചെയ്യുന്നത്. സോ നമ്മൾ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തുകയാണ്. നമുക്ക് ഇപ്പം ഞാൻ മെയിൻ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാലും അതിന് 2000 വ്യൂ വന്നെങ്കിൽ അത് ഞാനെടുത്ത് ട്രയൽ റീൽസ് ഇടുമ്പോൾ അതിനകത്ത് 10K അടിക്കുന്നുണ്ട്. സോ അതാണ് അതിൻ്റെ ഡിഫറൻസ്. മെയിൻ അക്കൗണ്ടിൽ 5000 ഫോളോവർ ഉണ്ടെങ്കിൽ കൂടിയും 2000 വ്യൂ കിട്ടുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു അൽഗോരിതം ഇതാണ്. ട്രയൽ റീൽസ് ഇടുക, ഗെയിൻ ഫോളോവേഴ്സ് ആൻഡ് ഗെറ്റ് വ്യൂ. ആഫ്റ്റർ ഗെറ്റിംഗ് വ്യൂ വി ക്യാൻ ചേഞ്ച് ഇറ്റ് ടു മെയിൻ അക്കൗണ്ടിലേക്ക്. നമുക്ക് ആ പ്രൊഫൈലിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഷെയർ ടു എവരി വൺ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമുക്ക് ഇപ്പോൾ വ്യൂ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മെയിൻ അക്കൗണ്ടിലേക്ക് ഇടാനും പറ്റും. സോ അത് നമ്മുടെ പ്രൊഫൈലിൽ 10K എന്നോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കിടക്കുകയും ചെയ്യും. ദാറ്റ്സ് ഹൗ ഐ ഗെയിൻ ഫോളോവർ. This is my real Instagram glow up. This is Paru, day 5 of becoming. Bye guys.